മഹാനായ ഷെയ്ഖുന സയ്യിദുന താജുൽ ഉലമ സയ്യിദ് അവർകൾ, ഷെയ്ഖുന സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് അവർകൾ, ഈ മഹാന്മാരുടെ നിലപാട് ഇവരെ നമുക്ക് ഏൽപ്പിച്ചു തന്ന മഹാനരായ ഷെയ്ഖുന ഖുതുബുൽ ആലം ഷെയ്ഖ് മുഹമ്മദ് അബീബക്കറിൽ മടവൂരി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ പ്രസംഗിക്കുന്ന ആള് ആരാണ് എന്ന് എല്ലാവർക്കും അറിയാലോ, ചില്ലറക്കാരനല്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുന സി എം വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ അടുക്കലേക്ക് ഈ ആളുടെ ചെറുപ്പ സമയത്ത് കൊണ്ടുചെന്നപ്പോൾ തന്നെ ഇയാളുടെ തലയിൽ കൈവച്ച് നിങ്ങളെ ഞാൻ അമ്പിയാ ഉലിയാക്കളുടെ വഴിയിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വാദിക്കുന്ന ആളുകളാണ് കുരുവട്ടൂരികൾ. അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലത്ത് മുദബ്ബിറുൽ ആലം, അതുപോലെ സ്വാഹിബുൽ വഖ്ത് എന്നൊക്കെ ഇവർ പരിചയപ്പെടുത്തുന്ന, അള്ളാഹുവിൽ നിന്ന് നേരിട്ട് നിർദ്ദേശം കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്നൊക്കെ അവർ പരിചയപ്പെടുത്തുന്ന ആളാണ് ഇത് പ്രസംഗിച്ചത്. അപ്പോ ഇത് കുറെ മുമ്പ് പ്രസംഗിച്ചതല്ലേ എന്ന് ചോദിക്കണ്ട. കാരണം ഇയാളെ സംബന്ധിച്ച് ഈ മൂപ്പർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉമ്മാന്റെ വയറ്റിൽ നിന്ന് 2-3 ജുസ് ഇഫ്ലാക്കി എന്ന് മാത്രമല്ല അന്ന് തന്നെ അൽ ഖൗമിൽ മൂപ്പരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വലിയ മഹത്തുള്ള ആള്, അന്നേ വലിയ മഹത്തുള്ള ആളാണ്. അപ്പൊ പിന്നെ മാത്രമല്ല സയ്യിദ് വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളാണല്ലോ പറഞ്ഞത് എന്ത് അമ്പിയാ ഉലിയാക്കളിൽ പെടുത്തിക്കണമെന്നുള്ളത്. കുരുവട്ടൂരിയുടെ ഭാഷയിൽ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനത്തെ ആളാണ് ഇത് പ്രസംഗിക്കുന്നത്. സയ്യിദ് വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകള് ഈ വിഷയം പറഞ്ഞതപ്പോഴാ നിങ്ങള് ഉള്ളാൽ തങ്ങളോടുകൂടെയും അതുപോലെ സുൽത്താൻ ഉലമ കാന്തപുര ഉസ്താദിന്റെ കൂടെയും നിന്നോടി എന്ന് പറഞ്ഞതപ്പോഴാ? അതും ഇയാൾ തന്നെ പറയുന്നത്. സമസ്തയുടെ വിഷമുണ്ടായ സമയത്ത് മഹാനായ താജുൽ ഉലമ സയ്യിദ് അവർകൾ ചെന്നപ്പം ഖുതുബുൽ ആലം പറഞ്ഞത് അൻത അലൽ ഹഖ്, നിങ്ങളെ ഹഖിന്റെ കൂടെയാണ്, ഹഖിലാണ്, അതിൽ തന്നെ അടിയുറച്ചു നിൽക്കണം. എന്റെ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷെയ്ഖുനാന്റെ അടുത്ത് ചെന്നപ്പം ഇങ്ങനെ പ്രശ്നം ഉണ്ടായല്ലോ. ഷെയ്ഖുന പറഞ്ഞത് ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്, അവരോടൊപ്പം കൂടിക്കോളൂ. ഷെയ്ഖുന ഖുതുബുൽ ആലം ഷെയ്ഖ് മടവൂർ ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ്. കേട്ടില്ലേ? സമസ്തയിൽ പ്രശ്നമുണ്ടായ സമയത്താണ് ഉള്ളാൽ തങ്ങൾ പാപ്പ സി എം വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ അടുക്കലേക്ക് പോകുന്നത്. അപ്പോഴാണ് പറയുന്നത് അൻത അലൽ ഹഖ്, നിങ്ങൾ ഹക്കിന്റെ മേലിലാണ്, നിങ്ങൾ ഹക്കിലാണ്, അതിൽ തന്നെ ഉറച്ചു നിന്നോളണം എന്ന് പറയുമ്പോ മശായിഖന്മാര് ഇഷ്ടപ്പെട്ടത് ആരെയാണ് എന്ന് ഇതിൽ നിന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കിക്കൂടെ? ഇപ്പൊ കുരുവട്ടൂരികൾ മശായിഖന്മാർ ഇഷ്ടപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ എന്ന് പോസ്റ്റർ ഒട്ടിച്ച് നടക്കുന്നത് ആ ആശയ മുന്നേറ്റത്തിന് വേണ്ടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അന്ന് സി എം വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ അടുക്കലേക്ക് ചെന്നപ്പോ അവര് താജുൽ ഉലമ ഉള്ളാൽ തങ്ങൾ പാപ്പാനോട് പറഞ്ഞത് അൻത അലൽ ഹഖ്, അതിൽ ഉറച്ചു നിൽക്കാനാ പറഞ്ഞത്. എന്ന് മാത്രല്ല സി എം വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ അടുക്കലേക്ക് ഈ കുരുവട്ടൂർ അബ്ദുൽ ഹക്കീം മൗലവിയുടെ ഉപ്പ ചെന്ന് ആ സമയത്ത് ഉപ്പാനോടും പറഞ്ഞത് എന്താ? നിങ്ങൾ താജുൽ ഉലമ ഉള്ളാൽ തങ്ങൾ പാപ്പയെയും അതുപോലെ കാന്തപുരം ഉസ്താദിനെയും മൃഗ പിടിച്ചോളിയുന്ന, അവരെ കൂടെ കൂടാനാണ് പറഞ്ഞത്. അവർ രക്ഷപ്പെടാനുള്ള മാർഗം സുൽത്താനുൽ ഉലമയോട് കൂടെ കൂടുക, എന്നാൽ രക്ഷപ്പെടാം. ഇത് ആര് പറഞ്ഞു വെച്ചതാ? ഇതെങ്ങനെ ഇനി ബാത്തിലാവുക? സി എം വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ പറഞ്ഞതാണല്ലോ ഇത്. അതും ആരോടാ പറഞ്ഞേ? ഏതെങ്കിലും ആൾക്കാരോടല്ല പറഞ്ഞേ. ചെറുപ്പത്തിൽ തന്നെ അമ്പിയാ ഉലിയാക്കന്മാരുടെ വഴിയിലാക്കിയിട്ടുണ്ട് എന്ന് പറയപ്പെട്ട ഈ ആളുടെ ഉപ്പാനോടാണ് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിരുന്നു ഇയാൾ തന്നെ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ എവിടെ ഇപ്പൊ പേച്ച്? ആർക്കാ പേച്ച്? മശായിഖന്മാരെ ആരെ ഇഷ്ടപ്പെട്ടത്? ഒട്ടൂരികളെ നിങ്ങൾ പറയേണ്ടതാണ്. ഇപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, അതും കൂടി കേട്ടോ. ഇപ്പൊ വല്ല ഉരുണ്ട് കളിക്കാൻ പറയാ. ഇപ്പൊ ഷെയ്ഖുനാന്റെ ഒരു ക്ലിപ്പ് ഉണ്ടെന്ന്, അത് ഏത് ക്ലിപ്പാണേലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൂപ്പര് നാലാപുരത്ത് ഇങ്ങനെ ഉരുളാനുള്ള ശ്രമമാണ്. അത് നോട്ടിക്കാൻ കൊണ്ടുവന്ന പ്രസംഗം ഏതാണ്? ഷെയ്ഖുനാന്റെ ഇന്ന് വഫാത്തായ മഹാനരായ കൂറത്തങ്ങൾ അവിടെ പോയപ്പോണ്ടായ പ്രസംഗമാണ്. ആ പ്രസംഗമാണ് അവരെടുത്തു കൊണ്ടുവന്ന്. അപ്പൊ എന്തിന് നിങ്ങൾ അക്കാലത്തുള്ളത് എടുത്തുകൊണ്ടുവരണം? ഇത് കേട്ടില്ലേ? ഇതിപ്പോ ഇയാളുടെ ഷെയ്ഖാണെന്ന് പറയപ്പെടുന്ന അബ്ദുൽ ഹക്കീം മൗലവി മുമ്പ് പറഞ്ഞു വെച്ച ക്ലിപ്പുകൾ ഇങ്ങോട്ട് വന്നപ്പം അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉരുണ്ട് കളിയാണിപ്പത്. ഏതാണേലോ പഴയ ക്ലിപ്പാണേലോ, അതൊക്കെ ഇപ്പൊ കൊണ്ടുവരണോ എന്നാ ചോദിക്കണേ. ശരി, ഇതാരാ? ഇത് നൗഷാദിന്റെ ക്ലിപ്പല്ല. നൗഷാദിന്റെ ആണെങ്കിൽ പുള്ളി ജഹാലത്താണ്, നമുക്ക് തള്ളപ്പോട്ടെ. നൗഷാദിന്റെ ക്ലിപ്പല്ലത്. ഇത് പിന്നെ ആരുതാ? അള്ളാഹുവിൽ നിന്ന് നേരിട്ട് നിർദ്ദേശം കിട്ടിയിട്ട് പറയുന്ന ആളുടേതാണ്. അത് ചിന്തിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചെറുപ്പത്തിൽ തന്നെ അമ്പിയാ ഉലിയാക്കന്മാരുടെ വഴിയിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളുടെ ക്ലിപ്പാണ്. എന്ന് മാത്രമല്ല ഉമ്മാന്റെ പള്ളിയിൽ വെച്ച് തന്നെ അൽ ഖൗമിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആളുടെ ക്ലിപ്പും കൂടിയാണ്. അപ്പൊ മൂപ്പര് പറയുമ്പം എങ്ങനെ ഇപ്പൊ ഇത് പണ്ടത്താണെങ്കിൽ തള്ളാൻ പറ്റുക? ഇത് നൗഷാദ് പറഞ്ഞല്ലോ. നൗഷാദിന്റെ ആണെങ്കിൽ ഓക്കെ, ഇന്നലെ പറഞ്ഞവരെ ഞാൻ തള്ളിക്കണ ഓക്കെ നമ്മൾ വിശ്വസിച്ച്, കാരണം ജഹാലത്ത് മാത്രം പറഞ്ഞെടുക്കുന്ന ആൾക്ക് തള്ളാനേ നേരം ഉണ്ടാവുള്ളൂ. അത് വേറെ വിഷയം. അതേസമയത്ത് ഇയാൾക്ക് എങ്ങനെ ഇത് പഴയ കാലത്ത് പറഞ്ഞ ഇപ്പം കൊണ്ടുവരണമെന്ന് വെച്ചാൽ അത് ശരി, ഇത് നല്ല തമാശയാണല്ലോ. ഇത് നിങ്ങൾ അക്കാലത്ത് പറഞ്ഞ എന്തിനപ്പം കൊണ്ടുവരണ്ടേ എന്ന് ചോദിച്ചാൽ തള്ളാൻ പറ്റിയ വിഷയമല്ലല്ലോ. കാരണം ഇത് മൂപ്പര് സ്വന്തം അഭിപ്രായം പറഞ്ഞല്ല, ആര് പറഞ്ഞ വിഷയം പറയാണ്? സി എം വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ ഇയാളുടെ ഉപ്പാനോടും അതുപോലെ മറ്റു പല ആളുകളോടും പറഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞേ. ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങൾ അവർകളെയും സുൽത്താനുൽ ഉലമ എ പി ഉസ്താദിനെയും നിങ്ങൾ മുറുകെ പിടിച്ചോളി, നിങ്ങൾ വിടണ്ട. അവരെ ഞമ്മക്ക് ഏൽപ്പിച്ചു തന്നത് ആരാണെന്നാ പറഞ്ഞേ? സി എം വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളാണെന്നാണ്
ആര് പറഞ്ഞത്? ഈ ഹക്കിമോലി പറഞ്ഞേ. അപ്പൊ അതുകൊണ്ട് അത് അക്കാലത്ത് നുണർന്നത്. ഇനി അക്കാലത്ത് പറഞ്ഞാൽ അവർ തള്ളാൻ പറ്റില്ലല്ലോ. പിന്നെ അന്ന് നുണർന്നതാണോ? അതുപോലെ ഉള്ളാൽ തങ്ങൾ പാപ്പ ചെന്നപ്പോ, അതും സമസ്തയിൽ പ്രശ്നം ഉണ്ടായ സമയത്ത് ചെന്നപ്പോ അപ്പോഴാ പറഞ്ഞ അൻത അലൽ ഹക്ക്. ഇജവിടെ അർത്ഥം മാറ്റി വെക്കാനൊക്കെ ശ്രമിച്ചു. അവസാന്റെ ഷെയ്ഖ് പിടികൂടി. ഷെയ്ഖ് പറഞ്ഞെന്താ? ഹക്കിന്റെ മേലിലാണ് തന്നെ. ഇജ്ജത്തെ പറഞ്ഞേ ഹക്കിന്റെ മേൽ അടി ഉറച്ചു നിന്നോളണം അമ്രാണല്ലോ. എന്ത് ന്യായീകരണം എന്ന് വെച്ചാൽ ഇതൊക്കെ. അപ്പൊ ഏതായാലും ഷെയ്ഖ് ആദ്യം തന്നെ പറഞ്ഞിച്ചു ഹക്കിന്റെ മേലിലാണ്, ഹക്കിലാണ്, അവിടെ ഉറച്ചു നിന്നോളിന്ന് CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു റൂഹുൽ അസീസ് മഹാനവർകൾ പറഞ്ഞു എന്നാണല്ലോ പറഞ്ഞിനെ. അപ്പൊ പിന്നെ അതും നുണ പറഞ്ഞതായിരുന്നോ? അക്കാലത്തുള്ള കൊണ്ടുവരണ്ട പറഞ്ഞാൽ അക്കാലത്ത് ഉണർന്നാണ്ട് ഇനി അപ്പൊ നടന്നിനെ പറയണമെന്ന് വെച്ചാൽ അത് അക്കാലത്ത് പറഞ്ഞാണ് ഇപ്പൊ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞാൽ തള്ളാൻ പറ്റില്ല. അത് ഉമ്മാന്റെ വയറ്റിലിരുന്നപ്പോ പഠിച്ചതാണ്. അത് ഈ അൽക്കോമിൽ ഞങ്ങളായിട്ട് വരുന്ന ലിസ്റ്റാണ് ആദ്യം തയ്യാറാകുന്ന ലിസ്റ്റായിരുന്നു. എനിക്ക് ഓർമ്മയൊന്നുമില്ല, എന്നാലും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എവിടെയോ ഇരുന്ന് യൊമയത്രത്തിൽ ഇങ്ങനെ ഓടിയിരുന്നു. ഒരു ഇരുട്ടുള്ള റൂമായിരുന്നു. ഞാൻ എന്റെ ടീച്ചറോട്, ഞാൻ ക്ലാസ്സിനോട് അന്ന് ഇങ്ങനെ ചോദിച്ചു, അങ്ങനെ ഞാനൊരു ഇരുട്ടുള്ള റൂമിൽ ഇരുന്ന് ഇങ്ങനെ ഞാൻ പാറങ്ങൾ ജിജു യൊമയത്രം ജിജു ഓടിയതായിട്ട് ഓർക്കുന്നു. പിന്നെ ഇപ്പൊ ഓടി കൊടുക്കുമ്പോട്ട് അത് ഞാൻ പാടാക്കാതെ ഇരുന്നു. അല്ല ഇപ്പോഴുള്ള കഥ അങ്ങനെ തന്നെ. ഞാൻ തീരെ ഓടി വെക്കില്ല, ഇങ്ങനെ ഇരിക്കുകയില്ല. എല്ലാവരും ഇനി കത്തരാണ് ഇങ്ങനെ ഇരിക്കും. എന്റെ അടുത്തുള്ള ഞങ്ങൾ എണീച്ച് പോകുമ്പോഴാണ് ഞാൻ ഇടാൻ തുറന്നിട്ട് ഇങ്ങോട്ട് 4-5 പേജ് പോയി കൊടുക്കുകയില്ല. അങ്ങനെ യൊമയത്രത്തും പാറൽ മലവും അത് സമയം ഇതിനെ തീരെ ഓടി പഠിക്കേണ്ടതില്ല. വയസ്സിലുള്ള സമയത്ത് തന്നെ എനിക്ക് അങ്ങനെ പറയുന്ന ഉള്ള സമയത്ത് തന്നെ ഖുർആൻ ഓതുന്ന ഇങ്ങനെ കേൾക്കായിരുന്നു. വയറ്റിൽ അങ്ങനെ കുമ്പ പറയും വയറ്റിൽ ഞാൻ ഖുർആൻ ഒന്ന് കേൾക്കും. എന്റെ വയറ്റിൽ തന്നെ ആയ സമയം 4 മാസം കഴിഞ്ഞത് മുതൽ കിടന്നു കഴിഞ്ഞാൽ അങ്ങനെ 4 ആൾക്കാർ 2 മാസം വന്ന് ശുദ്ധ കുടിച്ച് നിൽക്കായിരുന്നു.